2 മാസത്തെ അവധിക്കാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. 4 ലക്ഷത്തോളം കുട്ടികളാണ് ഇത്തവണ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. സ്കൂൾ പ്രവൃത്തി സമയം ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെല്ലാം രാവിലെ പ്രവേശനോത്സവം നടന്നു. വിവിധ പരിപാടികളാണ് ഓരോ വിദ്യാലയങ്ങളിലും ഒരുക്കിയിരുന്നത്. കോട്ടൺ ഹിൽ സ്കൂളിലടക്കം വലിയ ഉത്സവമേളമായിരുന്നല്ലോ. കൂടുതൽ വിശേഷങ്ങൾ ശാലിനി. വിനോദ, വർണ്ണത്തൊപ്പിയൊക്കെ വെച്ച് വിദ്യാർത്ഥികൾ അങ്ങനെ സ്കൂളുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 മാസത്തെ വേനലവധി ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ സ്കൂളുകൾ തുറന്നിരിക്കുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനം, സംസ്ഥാനതല പ്രവേശനോത്സവ ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അദ്ദേഹം വിശദമായി തന്നെ കുട്ടികൾക്ക് മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ബോധവൽക്കരണവും ഒക്കെ നൽകുകയും ചെയ്തിരുന്നു. പരസ്പര സ്നേഹവും കരുതലും ഉണ്ടാകണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം. ഒപ്പം തന്നെ അറിവ് ആനന്ദം പകരുന്നതാകണം, അറിവ് ലഭിക്കുന്നതിൽ മാത്രം ഒരു വിദ്യാർത്ഥിയും ചുരുങ്ങിപ്പോകരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 1 ബിയിലേക്കുള്ള കോട്ടൺ ഹില്ലെ LP സ്കൂളിലെ വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിലേക്ക് അവരുടെ അധ്യാപിക സ്വീകരിച്ചു കൊണ്ടുവരുന്നതാണ്. ഞാൻ വെച്ചിരിക്കുന്നത് പോലെ വർണ്ണ തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ അവരുടെ ആദ്യ അധ്യാപിക, അവരുടെ പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ കൈപിടിച്ച ആ മക്കൾ അങ്ങനെ ക്ലാസ്സുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ മുതൽ തന്നെ ആക്റ്റീവായിട്ട് നിന്ന ഒരാളുണ്ട്. അയാൾ ചുവന്ന ബലൂണൊക്കെ പിടിച്ച് വളരെ സ്മാർട്ടായിട്ട് ഈ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 21 വിദ്യാർത്ഥികളാണ് ഉള്ളത്. പെൺമക്കളും ആൺകുട്ടികളും ഉൾപ്പെടെ 21 കുഞ്ഞു മക്കളാണ് ഈ ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരാളുടെ മുഖത്ത് കണ്ണീരോ വിഷമോ ഒന്നും നമുക്ക് പ്രകടമാകുന്നില്ല. നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞ് ചെറിയ വിഷമങ്ങളൊക്കെ കാണുമെങ്കിലും ഒരു വിഷമവും ഇല്ലാതെയാണ് ഈ 21 മക്കളും ആ ക്ലാസ്സിലേക്ക് കയറുന്നത് എന്നുള്ളതാണ്. എത്ര സന്തോഷമായിട്ടാണ് അവർ ഈ ക്ലാസ്സുകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് അവർ ഇരുന്നു. മുൻ സീറ്റ് പിടിച്ചൊക്കെ പലരും ബാഗൊക്കെ വെച്ചു. അവർക്ക് സമ്മാന പൊതികൾ സ്കൂളിൽ നിന്ന് നൽകി, മധുരം നൽകി, ലഡുവൊക്കെ നൽകിയാണ് ഓരോ കുഞ്ഞു മക്കളെയും കോട്ടൺ ഹിൽ LP സ്കൂളിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. അവരെയൊക്കെ അവരുടെ ഇരിപ്പിടത്തിലേക്ക് എത്തി. അവരോട് തന്നെ ചോദിക്കാം, അവേ ക്ലാസ് മുറി പേരെന്താ? ഫാത്തിമ. ക്ലാസ് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് ടീച്ചർ? സൂപ്പർ. അവിടെ പേരെന്താ? അവിടെ പേരെന്താ? ഒരു പാട്ട് പാടുമോ? എന്താ പാടാത്തെ? എനിക്ക് ഇഷ്ടമല്ല പാടാന്ന് പറഞ്ഞാണോ? പാടുമോ? ഒരു പാട്ട് പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാടാമെന്ന് പറഞ്ഞിട്ട് പാടാത്ത ആളുകളാണ് ഇവരൊക്കെ. രാവിലെ എത്തി. രാവിലെ 9:30-ക്കാണ് ഇവിടെ പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. അതിന് മുൻപ് തന്നെ സ്കൂളിലെത്തി ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് വർണ്ണ തൊപ്പിയൊക്കെ മേടിച്ച് ഇവിടെ വന്ന് ഹാപ്പിയായി സന്തോഷമായി വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലൊക്കെ. ബാബേ പേരെന്താ? വിദ്യ. എങ്ങനെയുണ്ട് ക്ലാസ് മുറിയിലെത്തിയിട്ട്? ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? ടീച്ചറൊക്കെ എന്ത് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാ അക്ഷരവും നന്നായിട്ട് പഠിക്കോ? ഭാവിയിൽ ആരാവണം? ആരാകണം എന്ന് ആഗ്രഹമുണ്ടോ? എന്ത് പറഞ്ഞു പഠിക്കണം, പിന്നെ ബുക്കിൽ വരയ്ക്കാൻ പാടില്ല. ആണോ? ബുക്കിൽ കുത്തിയൊന്നും വരയ്ക്കരുത്, കൃത്യമായിട്ട് പഠിക്കണം എന്നൊക്കെ. മോന്റെ പേരെന്താ? അനന്തു. എങ്ങനെയുണ്ട്? ക്ലാസ് ഇഷ്ടമായോ? കുപ്പിയൊക്കെ ഇഷ്ടമായോ? ഒരു പാട്ട് പാടുമോ? പാട്ട് പാടില്ല, പക്ഷേ എല്ലാവർക്കും തൊപ്പി ഇഷ്ടമായി, ക്ലാസ് ഇഷ്ടമായി, എല്ലാവരും ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്. ടീച്ചറും അതേപോലെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവരുടെ കുഞ്ഞു മക്കളെയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ തന്നെ. ടീച്ചറോട് തന്നെ ചോദിക്കുക, ടീച്ചറെ അങ്ങനെ കുട്ടികളെ കയ്യിൽ കിട്ടി, ഇനി എന്താണ് പരിപാടി? ഫസ്റ്റ് ആദ്യത്തെ ദിവസമാണ്. ഒരുപാട് കുട്ടികൾ, 2-3 കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. പിന്നെ ഗ്രാജുവലി അത് കുഴപ്പമില്ലാതെ വരും, അവർ ആക്റ്റീവായി വരും. ഫസ്റ്റ് ഡേയുടെ ആ ഒരു ടെൻഷനായിരിക്കും പാരൻസിന്, അതൊപ്പം ടെൻഷനാണ്. അതാണ് പാരൻസ് എല്ലാവരും വാദിക്കലൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും നല്ലൊരു അക്കാഡമിക് ഇയർ ആയിരിക്കട്ടെ അവർക്ക്. അവരുടെ ജീവിതത്തിലെ ആദ്യ പാഠം. അതെ, ആദ്യത്തെ സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ ബേസ് കറക്റ്റായിട്ട് പോകണമെന്നാണല്ലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അവർ നല്ലതായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ആദ്യ പാഠമാണ് അവർക്ക്. അവരെ അക്ഷര ലോകത്തേക്ക് കൈപിടിച്ച് അടക്കമുള്ള തത്സമയ ദൃശ്യങ്ങൾ അവർ മൊബൈലിൽ പകർത്തുകയാണ്. നമ്മൾ ഈ തത്സമയ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ മൊബൈലിൽ ശാലിനി അടക്കം അവർ തത്സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കൾ തത്സമയം ഇത് മൊബൈലിൽ പകർത്തുന്ന രക്ഷിതാക്കളുടെ വിശേഷങ്ങൾ കൂടി ശാലിനി.
വിനോദ ഇവിടെ രക്ഷകർത്താക്കളൊക്കെ ഉണ്ട്, അവരുടെ കുഞ്ഞു മക്കൾ ആദ്യമായി ക്ലാസ്സിലെത്തി ഇരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനും ആ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്ന അമ്മമാരൊക്കെയാണ്. അമ്മ വിഷമമുണ്ടോ? എങ്ങനെയുണ്ട് ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വന്നേ? കരയൊക്കെ ചെയ്തോ? ചെയ്യുന്നുണ്ട്, നല്ലപോലെ ചെയ്യുന്നു. തോന്നുന്നു ഈ സമയത്ത്, കാരണം ഇത്രയും നാള് അമ്മയുടെ ചിറകിൽ അടിയിൽ ഒതുങ്ങിയിരുന്ന കുഞ്ഞുങ്ങൾ ഇന്നിപ്പോൾ വേറൊരു വലിയ ലോകത്തേക്ക് പോവാണ്, എന്താ പറയുക? സന്തോഷവും സങ്കടവും ഒത്തു വരുന്നുണ്ട്. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് നിന്നിട്ട് പെട്ടെന്ന് സ്കൂളിലോട്ട് പോകുന്നു. എങ്ങനെയുണ്ട്? ഒരു വലിയൊരു ലോകത്തേക്ക് കുഞ്ഞു മോൻ പോവുകയാണ്, അപ്പം എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഈ സന്തോഷം മാത്രം. കാരണം ഇങ്ങനെ അടുത്തിരുന്നൊരു കുഞ്ഞ് ഇത്രയും മാറിയിരിക്കുന്നു, കരയുമെന്നൊക്കെയുള്ള ടെൻഷൻ ഇല്ല, അവൻ നഴ്സറി തൊട്ടേ അവൻ ഹാപ്പിയാണ്. അവന് സ്കൂൾ തുറക്കാനുള്ള സന്തോഷത്തിലായിരുന്നു അവൻ ഹാപ്പി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെയാണ്, അവർ ഹാപ്പിയാണ്. അവർക്ക് ഈ സ്കൂൾ തുറക്കാൻ വേണ്ടി കൂട്ടുകാരെ കാണാനും പുതിയ കൂട്ടുകാരെയൊക്കെ കാണാനുള്ള സന്തോഷത്തിലൊന്നും ഒക്കെ ആയിരുന്നു. ആർക്കും വലിയ സങ്കടങ്ങളൊന്നും നമുക്ക് ഈ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ ദൃശ്യങ്ങളിലോ കാണാൻ പറ്റില്ല. അവരുടെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നു, കയ്യിലുള്ള വർണ്ണ തൊപ്പികൾ കൈമാറുന്നു, ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു, ബലൂണുകൾ കൈമാറുന്നു. അത് ബാഗിൽ വെച്ച് വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ചിലരെ നമുക്ക് കാണാം. മറ്റു ചിലരാണെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഏറ്റവും ബാക്കിൽ ബെഞ്ച് തന്നെ പിടിച്ച് ബാക്കിൽ പോയിരിക്കുന്നു. അവർ മധുരം കഴിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ചോക്ലേറ്റുകളൊക്കെ എടുത്ത് പൊട്ടിച്ച് കൂട്ടുകാർക്കൊക്കെ കൊടുക്കാനൊക്കെയുള്ള ഒരു സന്തോഷത്തിലൊക്കെയാണ്. കൂടാതെ നമുക്കിവിടെ കാണാം ഇനിയും കുട്ടികൾ ഇവിടേക്ക് വരാറുണ്ട്. വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ. 21 വിദ്യാർത്ഥികളാണ് ഈ ക്ലാസ്സിലുള്ളത്. അപ്പം അമ്മമാരുടെ വാത്സല്യവും അമ്മമാരുടെ ആ ഒരു വലിയ കരുതലും സ്നേഹവും ഒക്കെ നിർത്തി അവിടെ നിന്ന് മറ്റൊരു വലിയ വിശാലമായ ലോകത്തേക്ക് അങ്ങനെ അവർ പിച്ച വെച്ച് എത്തിയിരിക്കുകയാണ്. ഏകദേശം 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് ഈ 2 മാസത്തെ ഇടവേള കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. അതിലെ ഔദ്യോഗിക കണക്കുകളൊക്കെ ഇനിയിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിടും. 1-ാം ക്ലാസ്സിലേക്ക് 6 വയസ്സായി 1-ാം ക്ലാസ്സിലേക്ക് എത്ര കുട്ടികളെത്തി, എത്ര കുരുന്നുകളെത്തി, ജില്ലാതല കണക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ പുറത്തേക്ക് വരും. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആശംസിച്ചതുപോലെ നല്ലൊരു വിദ്യാഭ്യാസ കാലഘട്ടമാകട്ടെ ഇവർക്ക് ഓരോരുത്തർക്കും. സന്തോഷവും സമാധാനവും അറിവിൻ്റെ ഒരു വിശാല ലോകത്തേക്ക് അവരെങ്ങനെ കൈപിടിച്ച് അധ്യാപകർക്കൊപ്പം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് അധ്യയന ക്ലാസ്സുകളൊന്നും ഉണ്ടാകില്ല, പാഠപുസ്തകങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ക്ലാസ്സുകളും ഉണ്ടാകില്ല. 2 ആഴ്ച ബോധവൽക്കരണവും അങ്ങനെയൊക്കെയുള്ള വിവിധ വിഷയങ്ങളിലുള്ള ക്ലാസ്സുകളായിരിക്കും നടക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് പാഠപുസ്തകത്തിലേക്കുള്ള ക്ലാസ്സുകൾ വരുന്നത്. എന്തായാലും ചിത്രങ്ങളും നിറങ്ങളും ഒക്കെയായി ഒരു വലിയൊരു ലോകത്തേക്ക് ഈ കുഞ്ഞുമക്കൾ കൈപിടിച്ചെത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ക്ലാസ്സുകളും ആരംഭിച്ചിരിക്കുകയാണ്. വിനോദ്.